ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. നമുക്ക് നല്ലൊരു ബീഫ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ചോറ്, ചപ്പാത്തി, പൊറോട്ടയുടെ ഒക്കെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ, കപ്പയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മുളക്, ഞാൻ കാശ്മീരി ചില്ലിയാണ്, അത് നമുക്കൊന്ന് സോക്ക് ചെയ്യണം. വിനാഗിരിയിലാണ് സോക്ക് ചെയ്യണത്. ഒരു 8 മുളക് എടുത്തിട്ടുണ്ട്. അതിനൊരു 1/4 കപ്പ് വിനാഗിരിയിൽ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള പീസ് നമ്മൾ സാധാരണ ഒലത്തുന്ന ഇറച്ചിക്ക് അല്ലെങ്കിൽ കറി വെക്കുന്ന ഇറച്ചിനേക്കാളും കുറച്ചും കൂടി സൈസ് കൂടുതലുള്ള ബീഫ് പീസുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിനകത്തുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള മല്ലിയും കുരുമുളകും പിന്നെ അതുപോലെ തന്നെ ഉലുവ അങ്ങനത്തെ എടുക്കേണ്ടത്. ഞാൻ പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഏലക്കയാണ്, ഒരു 6 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജീരകമാണ്, പിന്നെ കടുകുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് എടുത്തിരിക്കുക. പിന്നെ ഒരു പീസ് കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും ഓയിലില്ലാതെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് മസാല ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം മല്ലിയും കുരുമുളകും കടുകും ജീരകവും അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയോടെ പൊടിക്കാൻ ഇച്ചിരി പാടായിരിക്കും, എന്നാലും പൊടി മതി. ഇനി നമുക്ക് ബാക്കി കുറച്ച് സവോളയും, ചെറിയൊരു സവോള, അതേപോലെ ഇറച്ചിയുടെ അളവനുസരിച്ച് ഞാനിപ്പോൾ 500 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ സവോള, ഒരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടറിലാണ് ഇതൊന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോള, അതിപ്പോൾ എങ്ങനെ വേണ്ടി അരിയാൻ കേട്ടോ, കാരണം നമുക്കിത് പിന്നെ അരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയുടെ കൂട്ടിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിരിക്കുന്ന മുളകും അതുപോലെ വിനാഗിരിയും പിന്നെ ഇപ്പോൾ വഴറ്റിയെടുത്ത സവോള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് വിനാഗിരി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ നല്ല പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇതിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്കത്. പിന്നെ പീസൊക്കെ കണ്ടോ, ഇതുപോലെ ഈ സൈസിലാണ്. ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ, ആ ഒരു സൈസിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അരച്ചുകൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് വേറൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ട് അതുപോലെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിനകത്ത് 1 സ്പൂൺ, കാരണം വിനാഗിരി ഉപയോഗിക്കേണ്ടത് ഈ ടേസ്റ്റൊക്കെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ, അര സ്പൂൺ തൊട്ട് 1 സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിൽ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇത് എടുത്ത് വേവിക്കുക പോവുകയാണ്. ഇപ്പോൾ നല്ലപോലെ പിടിച്ച് ആ വിനാഗിരിയൊക്കെ ചെന്ന് നല്ല ടെൻഡറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബീഫായി മാറാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യണത്. നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. കുക്കറിലൊരു സാധാരണ ബീഫ് അതേപോലെ തന്നെ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇങ്ങനെയല്ല, ഇതൊക്കെ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചട്ടിക്കകത്ത് ചെറിയ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി നാടനായ രുചി ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ അടിച്ചെടുത്തു, തണുത്ത് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് ഒത്തിരി പരിപാടികളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഇതിനകത്തോട്ട് സവോള വഴറ്റി വേണേൽ ചേർക്കാം, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് തന്നെ മതി, ഇതിൻ്റെ ആവശ്യമേ അങ്ങനെ അല്ലെങ്കിൽ ഒന്നും കൂടി വേണേൽ ഒലത്തിയെടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ചാറൊക്കെ ഈ മസാല നമ്മൾ അരച്ചൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല കുറുകിയാണ് കിട്ടുന്നത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ട, അപ്പം, ചോറ്, കപ്പ എല്ലാത്തിനെയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ടായിരുന്നു. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.